നമ്മുടെ സെയ്ഫ് അലിഖാൻ്റെ കത്തിക്കുത്താണ് ഇന്നത്തെ ചിന്താവിഷയം. പെട്ടെന്നൊരു ദിവസം ആൾക്കാർ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന ന്യൂസാണ് സെയ്ഫ് അലിഖാൻ്റെ വീട്ടിൽ കള്ളൻ കയറി ഭയങ്കരമായിട്ട് 6 കുത്തൊക്കെ ഏറ്റ് മാരകമായിട്ടുള്ളൊരു സ്ഥിതിയിലാണ് സെയ്ഫ് അലിഖാനെ കിട്ടിയ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. പിറ്റേ ദിവസം മുതൽ കാണുന്നത് ഫോട്ടോ സെഷൻസാണ്. ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഫോട്ടോ സെഷൻ, സൽമാൻ ഖാൻ കാണാൻ വരുന്നു, ആരൊക്കെയോ കാണാൻ വരുന്നു, ഹോസ്പിറ്റലിൽ ഇരുന്ന് പോസ് ചെയ്യുന്ന ഫോട്ടോസാണ്. നടുവിന് വരെ 2.5 ഇഞ്ച് കത്തി കയറ്റിയെന്നാണ് ന്യൂസിലുണ്ടായിരുന്നത്. 6 സീരിയസ് കത്തിക്കുത്തായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുംബൈയിലെ സ്ഥലത്ത് അത്ര സെക്യൂരിറ്റിയുള്ള കോടികളുടെ 4 ഫ്ലാറ്റാണ് അടുപ്പിച്ച് ഉള്ളത്, സേഫിനുള്ളത്. അതെല്ലാം കവർ ചെയ്ത് കറക്റ്റ് ഉള്ള CC ക്യാമറ എല്ലാം കാണാതെ സെക്യൂരിറ്റിയുടെ കണ്ണ് വെട്ടിച്ച് കറക്റ്റ് സേഫിൻ്റെ ബെഡ്റൂമിൽ വരെ എത്തിയ കള്ളനെ 2 ദിവസം കൊണ്ട് പുഷ്പം പോലെ പോലീസ് പിടിച്ചു. അത്രയ്ക്കൊരു ഊളനായ കള്ളനായിരുന്നു. ഇത്രയും വലിയ സെക്യൂരിറ്റി സിസ്റ്റമുള്ള CC ക്യാമറയുടെ കണ്ണ് വെട്ടിച്ച് ആ സേഫിൻ്റെ ബെഡ്റൂം വരെ ചെന്ന കള്ളൻ. അതുപോലെ 14 നിലകളുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ 6ാം നിലയിൽ മാത്രമേ കള്ളനെ കണ്ടുള്ളൂ. മറ്റുള്ള നിലകളിലെ CC ക്യാമറ എല്ലാം നേരം ഓഫായി പോയോ, അല്ലെ 6ാം നിലയിലെ ക്യാമറ മാത്രം വർക്ക് ചെയ്തോ, ജസ്റ്റ് ഒന്ന് ഫേസ് കാണിക്കാൻ വേണ്ടി വർക്ക് ചെയ്തതാണോ ഒന്നൊന്നും അറിയത്തില്ല. പിന്നെ കള്ളനെ ആ ഫേസ് കട്ട് വെച്ച് വേറൊരു പാവത്തിനെ പിടിച്ച് ആ പുള്ളിയുടെ ജീവിതം തുലച്ചു. പുള്ളിയുടെ നിശ്ചയിച്ചിരുന്ന കല്യാണം പോയി, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ പുള്ളി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് നെക്സ്റ്റ് ഡേ ഈ ഒറിജിനൽ പുള്ളിയെ പിടിച്ചെന്നും പറഞ്ഞു, ഒറിജിനൽ കള്ളനെ പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ന്യൂസ് വന്നത്. പിന്നെ കാണുന്നു ഓട്ടോ ഡ്രൈവറിന് പാരിതോഷികം കൊടുക്കുന്നു. പുള്ളി പയറ് പോലെ നടന്ന് ഫ്ലാറ്റിലോട്ട് വരുന്നു. സെയ്ഫ് അലിഖാൻ്റെ എല്ലാ കുത്തും എല്ലാം ഹീലായി. ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. ഓപ്പറേഷനൊക്കെ ചെയ്തെടുത്തതാണ്. കത്തിയൊക്കെ അതിനകത്തുനിന്ന് എടുത്തത് ഓപ്പറേഷൻ ചെയ്തതാണെന്നാണ് ന്യൂസിൽ കണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് പയറ് പോലെ പുള്ളി വീട്ടിലും വന്നു. ഇപ്പം പുതിയ ഫിലിംസിൻ്റെ പ്രൊമോഷനും തുടങ്ങി. സോ ഇതിൽ നിന്നൊക്കെ പൊതുജനം കഴുതെന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഒന്നുകൂടെ അന്വർത്ഥമാക്കുകയാണ് സെലിബ്രിറ്റീസ് അവരുടെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി. ജനങ്ങളുടെ ഫീലിങ്സിനൊരു വിലയില്ല. ജനങ്ങളുടെ ഇമോഷൻസിനെ ബ്ലാക്ക് മെയിൽ ചെയ്താണ് സെലിബ്രിറ്റീസും പണക്കാരും ജീവിച്ചു വരുന്നത്. അതിൽ പാവത്തങ്ങളുടെ ജീവിതം ബലിയാടാകുന്നതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇതിനു മുമ്പൊരു നടി ബ്രസ്റ്റ് ക്യാൻസർ വന്നു മരിച്ചെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കരഞ്ഞു കഴിഞ്ഞ് അപ്പോഴത്തേക്കിന് ഇളിച്ചുകൊണ്ട് വന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അവയർനെസ് ആയിരുന്നു, ഞാനിവിടെ ഇരിപ്പുണ്ടെന്നും പറഞ്ഞ്. ഇങ്ങനെ പല 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 സ്റ്റോറീസ് ഉണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും അവയർനെസ്സിന് വേണ്ടിയാണെന്നും മൂവി പ്രൊമോഷന് വേണ്ടിയാണെന്നും ഡ്യൂപ്ലിക്കേറ്റ് കല്യാണം കഴിഞ്ഞ് പിന്നെ കാണാതെ ആ മൂവിയുടെ അതിനകത്തെ സീനായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നും അന്നും ഇനിയും ഇതുപോലെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കണോ എന്നിനി തീരുമാനിക്കേണ്ടത് നമ്മളാണ്.